ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധിക്കെതിരായ അപകീർത്തി കേസിൽ നടപടികൾ സ്റ്റേ ചെയ്ത് കർണാടക ഹൈക്കോടതി. 2023 മെയ്യിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മുഖ്യധാര പത്രങ്ങളിൽ അപകീർത്തികരമായ പരസ്യം നൽകിയതിന് BJP സംസ്ഥാന ഘടകം നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്. ഇതിലാണ് കോടതി ഇടപെടലുണ്ടായിരിക്കുന്നത്. 4ാം പ്രതിയായി തന്നെ ചേർത്ത മാനനഷ്ട കേസിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് രാഹുൽ സമർപ്പിച്ച ഹർജിയിൽ ജനുവരി 17-ന് ജസ്റ്റിസ് M. നാഗപ്രസന്ന ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ചിരുന്നു. 2019-2023 ഭരണകാലത്ത് BJP സർക്കാർ വൻ അഴിമതി നടത്തിയെന്നാരോപിച്ചായിരുന്നു വിവാദ പരസ്യം പോലീസ് നൽകിയത്. 2023 ജൂണിൽ ഒന്നിലധികം സമൻസുകളിൽ പ്രതികരിക്കുന്നതിൽ പരാജയപ്പെട്ടതോടെ MPമാർക്കും MLAമാർക്കുമെതിരായ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന കോടതിയുടെ നിർദ്ദേശപ്രകാരം രാഹുൽ ഗാന്ധി പ്രത്യേക മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ മാനനഷ്ട കേസിന്റെ വിചാരണ വേളയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് പ്രത്യേക കോടതി ഉപാധികളോടെ അദ്ദേഹത്തിന് സ്ഥിരമായ ഇളവ് നൽകിയിരുന്നു. പ്രതി എന്ന നിലയിൽ തന്റെ വ്യക്തിത്വത്തിൽ തർക്കമില്ലെന്നും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അഭിഭാഷകൻ എല്ലാ വ്യവഹാര തീയതികളിലും അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകണമെന്നും തെളിവെടുപ്പിൽ എതിർപ്പില്ലെന്ന് ഉറപ്പു നൽകണമെന്നും പ്രത്യേക കോടതി ഉപാധികൾ മുന്നോട്ട് വച്ചിരുന്നു. മാത്രമല്ല, കോടതി എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന ഭാരിച്ച ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്നതും കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാവെന്നതും കണക്കിലെടുത്താണ് കോടതി രാഹുൽ ഗാന്ധിക്ക് ഹാജരാകുന്നതിൽ ഇളവ് നൽകിയത്. 2023 ജൂണിൽ സമർപ്പിച്ച പരാതിയിൽ മെയ് 5-ന് കുറ്റാരോപിതൻ നൽകിയ പരസ്യങ്ങളിൽ തെറ്റായതും അടിസ്ഥാനരഹിതവും അശ്രദ്ധവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്ന് BJP ആരോപിക്കുന്നു. DK ശിവകുമാർ KPCC അധ്യക്ഷൻ എന്ന നിലയിലും സിദ്ധരാമയ്യ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുമാണ് പരസ്യങ്ങൾ നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഈ പരസ്യങ്ങൾ തന്റെ എക്സ്പോസിലും പങ്കിട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.